ഇപ്പോൾ അവർ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചതായ ആളുകൾ ഇന്ന് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ കുറിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുകയാണ്. ആ രംഗം ഒന്ന് കാണും. ഇവർക്ക് അവസാനത്തെ ഒരു അടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നു. പാണക്കാട്ട് തങ്ങൾ തന്നെ അംഗീകരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നാ പറഞ്ഞത്. ആൺകുട്ടികൾ ഉണ്ട് മുസ്ലിയാരെ. കാന്തപുരം ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ ശബ്ദം നിങ്ങൾ മറന്നു പോകരുതായിരുന്നു. എന്നെ പറ്റി പറഞ്ഞോ, അത് ഞാനൊന്നും അങ്ങോട്ട് പറയുന്നില്ല. പക്ഷേ പാണക്കാട് തങ്ങൾ വേശ്യാലയത്തിൽ പോയി എന്ന് പ്രസംഗിക്കുന്നവർക്ക് എന്ത് അദൃഷ്ടമത്? പ്രസംഗിച്ചില്ലേ സഹോദരങ്ങളെ? എപിയുടെ കൂടെയുള്ള ഒരാളെ ഇയാൾ പറഞ്ഞയച്ചു. കഴിഞ്ഞ ആഴ്ച സാലിയത്ത് പ്രസംഗിച്ചിരിക്കുന്നു. അസ്ഹറിൽ പഠിച്ചിരുന്നപ്പോൾ കൈറോവിലെ ഒരു വേശ്യാലയത്തിൽ മുഹമ്മദ് അലി ശിഹാബ് സ്ഥിരം സഞ്ചാരിയായിരുന്നു. ചെറിയൊരു ടെസ്റ്റ് ടോസ് ഇനിയുമുണ്ട്, ഒരുപാട്, കുറച്ചുകൂടി കാണുക. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. പാണക്കാട് ഉമർ അലി ശിഹാബും ഹൈദർ അലി ശിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, അത് അവർ സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇനി APEK എന്ന പ്രശ്നമല്ല, ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ശരിയാവും ഞങ്ങളെ എന്ന് പറഞ്ഞു. ഉടനെ തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിനോട് കൂടി ഒന്ന് പറഞ്ഞാളേ. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ രോഗിനെ പറ്റി നിങ്ങൾ അയ്യപ്പ വൈദ്യരും കൂടി കണ്ടാളി എന്ന് പ്രൊഫസർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് തിരിഞ്ഞ്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെയോ പാണക്കാട്ടിലെയോ കുടുംബത്തിൽ നിന്ന് ഇനിയിപ്പോ ആരും ജോലിയില്ലാത്തവരില്ലല്ലോ. അവർക്ക് എന്തായാലും കാലാകാലം ജീവിക്കാൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ താടി വലിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറയാൻ നിങ്ങൾക്ക് അറിയില്ല അയാൾ താടി വലിക്കുന്ന ആളാണെന്ന്. അത്രയും സന്തോഷമായി. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? ഇവരൊന്നും നിങ്ങളുടെ അനുയായികളല്ലേ? എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ശിഹാബ് തങ്ങളുടെ ആത്മീയമായ അത്തരത്തിലുള്ളതായ പിന്തുണകൾ അംഗീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്? ചെയ്തു പോയ പാതകത്തിന് ഓർത്തുകൊണ്ട് തൗബ ചെയ്യുവാനുള്ള ഒരുക്കമാണെങ്കിൽ സ്വാഗതാർഹമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാനുള്ള ഹീനമായ ഏർപ്പാടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അത് തിരിച്ചറിയാൻ പ്രബുദ്ധരാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് നന്നു. നിങ്ങൾ അത്തരത്തിൽ ഹീനമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ലീഗ് നേതാക്കളെ ക്ഷണിച്ചു. അത് എന്തിനാണ് എന്ന് അവരുടെ മാസികയിൽ തന്നെ തുറന്നു പറയുന്നു. സുന്നികളുടെ വോട്ടിന്റെ വിലയറിയുന്ന ഇടതുപക്ഷം അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവും ഇത്തവണത്തെ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായ സ്കൂൾ അംഗീകാരം ഇപ്പോഴും പെരുവഴിയിലാണ്. വിദ്യാഭ്യാസം CPM-നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പ്രസംഗിച്ചത് നിങ്ങളല്ലേ? അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസം ജാതികൾക്ക് കൊടുക്കരുത്, തിരുവിതാംകൂറിലുള്ള ക്രിസ്ത്യാനികൾക്ക് കൊടുക്കരുത്, മറിച്ച്
ഈ രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക് LDF നയിക്കുന്ന കക്ഷി എന്ന നിലക്ക് CPIM വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യണം. ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായി. 16 സ്കൂൾ നിയമവിരുദ്ധമായിക്കൊണ്ട് അംഗീകരിക്കുകയും അത് മുഴുവനും തള്ളപ്പെടുകയും ചെയ്തു. എന്നിട്ട് CPM-നെ ഞെട്ടിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർ പച്ചയായിക്കൊണ്ട് അവർ തന്നെ എഴുതി വെച്ചു, സുന്നികളുടെ വോട്ടിന്റെ വിലയറിയുന്ന ഇടതുപക്ഷം അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകും ഇത്തവണത്തെ സമ്മേളനം. ഇവർ ഒരു സ്വതന്ത്ര വോട്ട് ബാങ്കല്ല, ഇവർ പക്ക ലീഗ് വിരുദ്ധ ആശയത്തിന്റെ ആളുകളാണ്. അവരുടെ വോട്ടെന്ന് പറയുന്നത് ഒന്നുകിൽ CPM-ന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും INL പോലത്തെ PDP പോലത്തെ ലീഗ് വിരുദ്ധ ആശയത്തിന്റെ വാക്താക്കളാണ്. അവരത് സ്വതന്ത്ര വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് ഈ വസ്തുതകൾ വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ വസ്തുതകളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് പച്ചയായിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുവാൻ വേണ്ടി ചില സമയത്ത് മുസ്ലിം ലീഗിന്റെ വാക്താക്കളായിട്ടും ഇവർ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ 1989 നയം മാറിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നയനിലപാടുകളും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും വിളിച്ചോതുന്നത്. നിങ്ങളുടെ ക്യാമ്പുകളിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് എതിരായിക്കൊണ്ടുള്ള ആശയഗതികളാണ് നിങ്ങൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നു, ചെയ്തു പോയ പാതകം തെറ്റായിരുന്നു എന്ന് തോന്നി പശ്ചാത്തപിച്ച് ഖേദിച്ചുകൊണ്ട് മടങ്ങുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ ഇനിയും ഇങ്ങനെ കബളിപ്പിക്കുവാനുള്ള നീക്കമാണ് എങ്കിൽ ആ നീക്കം തിരിച്ചറിയാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം സുസജ്ജമാണ്. ലീഗിന്റെ നായകൻ തന്നെ പറയട്ടെ. അവരെല്ലാം തീർച്ചയായിട്ടും ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണിതെന്ന്, ഇവിടെയുള്ള വിഘടിതർ തീർച്ചയായിട്ടും ഇവിടെ അടങ്ങി നിൽക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അവരുടെ എല്ലാ ഷർറിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരിക്കലും ഒരു അയഞ്ഞ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം. സുന്നി ലേബിൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ പല രംഗത്തും കടന്നു വന്നത്. നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ലീഗുമായി ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് സുന്നികൾക്ക് മാത്രമാണ്. സമസ്ത ലീഗും പ്രോഗ്രസീവ് ലീഗും ഒക്കെ ചരിത്രമായതല്ലേ അനുഭവം. ഇവരായിപ്പോ സുന്നി ലീഗ് എന്ന് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ എതിരായിക്കൊണ്ട് ഞങ്ങൾ തന്നെ മത്സരിച്ച് നിൽക്കുന്നത് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയുള്ളതായ പ്രവർത്തനങ്ങൾക്കോ ഏതോ രാഷ്ട്രീയ പാർട്ടികളുടെ ആലയിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുവാനോ നിങ്ങൾ ശ്രമിക്കുന്നത് ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ മുസ്ലിം കേരളം പ്രബുദ്ധമാണ് എന്ന് ഇനിയെങ്കിലും ഓർക്കുന്നത് നന്ന് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.